മൈ ഡിയർ ആസ്പിരൻസ്, ഇപ്പോൾ ഓഗസ്റ്റ് 3 നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും തിരക്കിട്ട എക്സാം പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? ഇനി കഷ്ടിച്ച് നമ്മളുടെ കയ്യിൽ 10 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു 10 ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് മോക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 4-5 മോക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം അടുക്കും തോറും നിങ്ങൾക്ക് ടെൻഷനും നിങ്ങൾ പാനിക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 4-5 മോക്ക് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ ഒഴിവാക്കുക. മാക്സിമം പോയാൽ ഒരു 2 മോക്ക്, അതായത് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ ഒരുപാട് മോക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ഒഴിവാക്കുക. കാരണം നിങ്ങൾ ആദ്യം ഒരു മോക്ക് ചെയ്തു, നിങ്ങൾ വിചാരിച്ചത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടിയില്ല, അപ്പൊ തന്നെ ഉടനെ അടുത്ത മോക്ക് ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു മോക്ക് ചെയ്താൽ അതിന്റെ അനാലിസിസും ചെയ്യണം. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മോക്ക് ഒരു ദിവസം ചെയ്യുക. അത് രാവിലെയോ വൈകിട്ടോ ആയിട്ട് ചെയ്യുക. അല്ലാതെ ഒരു ദിവസം തന്നെ ഈ 4-5 മോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ടഫ് മോക്സ് ഒഴിവാക്കുക. കാരണം ഇനി നമുക്ക് 10 ദിവസം മാത്രമാണുള്ളത് അല്ലെ? നമ്മൾ പഠിച്ചത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോക്ക് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മുടെ RRB ക്ലർക്കിന്റെ കാര്യം പറഞ്ഞാൽ വളരെയധികം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ? കട്ട് ഓഫ് ഹൈ ആകാനുള്ള കാരണവും അത് തന്നെയാണ്. ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല RRB ക്ലർക്കിന് ചോദിക്കുക. സോ ഒരുപാട് ടഫ് മോക്സ് ചെയ്ത് നിങ്ങളുടെ സമയവും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ അതുകൊണ്ട് ഒരുപാട് ഹൈ ലെവലുള്ള മോക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു 10 ഡേയ്സിൽ ചെയ്യാതെ ഇരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിലിംസും മെയിൻസും നിങ്ങൾ ഒരേപോലെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഈ ഒരു 10 ദിവസം നിങ്ങൾ മെയിൻസ് ലെവൽ പ്രാക്ടീസ് നിർത്തിവെക്കുക. അത് നിങ്ങൾ ഹൈ ലെവൽ DA ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ ലെവൽ പസിൽസ് ആയിക്കോട്ടെ, നിങ്ങൾ ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു 10 ഡേയ്സിൽ ഒഴിവാക്കുക. കാരണം പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സ്പീഡാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഹൈ ലെവൽ പസിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ ലെവൽ DI ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറേ സമയം എടുക്കും. അത് നിങ്ങളുടെ സ്പീഡിനെ കുറയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു 10 ഡേയ്സ് നിങ്ങൾ ഹൈ ലെവൽ പ്രാക്ടീസ്, അതായത് മെയിൻസിന്റെ പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കുക. നിങ്ങൾ പ്രിലിംസിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം പ്രിലിംസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റൂ. സോ ഈ ഒരു 10 ഡേയ്സിൽ നിങ്ങൾ പ്രിലിംസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, നിങ്ങൾ ഈ 10 ദിവസം പഠിച്ചത് മാത്രം റിപ്പീറ്റ് ചെയ്യുക. അതായത് പുതിയ ചാപ്റ്റേഴ്സ്, ചിലപ്പോൾ നിങ്ങൾ ക്വാണ്ടിലാണെങ്കിലും റീസണിങ്ങിലാണെങ്കിലും ഏതെങ്കിലും ഒക്കെ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പം മേ ബി ക്വാണ്ടിലാണെങ്കിൽ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ റീസണിങ്ങിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഓർഡർ ആൻഡ് റാങ്കിങ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. ഇനി നിങ്ങൾ പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാനല്ല, പഠിച്ചത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ ചാപ്റ്റേഴ്സ് ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കളയരുത്. അടുത്തത് അഞ്ചാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നെഗറ്റിവിറ്റി ഒഴിവാക്കുക. അവോയ്ഡ് നെഗറ്റിവിറ്റി. നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്തായിരിക്കും, ഞാൻ മോക്ക് ചെയ്തിട്ട് എനിക്കൊരു 40 മാർക്ക് വരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മളോട് വരുന്ന കമൻസ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് നിങ്ങളുടെ ഒരു എക്സാമിനെ നിങ്ങൾക്കത് ബാധിക്കും. അതായത് നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളിപ്പം ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മോക്കിൻ്റെ സ്കോർ കുറഞ്ഞാൽ നിങ്ങളത് അനലൈസ് ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്. അല്ലാതെ അവിടെ നെഗറ്റീവ് ആയിട്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എക്സാമിന് ചെല്ലുന്ന ഒരു 45 മിനിറ്റ് ആണ്. നമ്മൾ ആ ഒരു 45 മിനിറ്റിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ പോസിറ്റീവ് ആയിട്ടിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇനി അടുത്തത്, ഈ ഒരു 10 ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെ നമ്മൾ ഈ ഒരു 10 ദിവസം ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് മോക്ക് ചെയ്യാതെ നിങ്ങൾ 2 മോക്ക് ചെയ്യുക. മിനിമം എന്തായാലും നിങ്ങളൊരു 2 മോക്ക് ചെയ്യണം. അത് അടുപ്പിച്ച് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾ രാവിലെ ഒരു മോക്ക് ചെയ്തു, ഇപ്പം 45 മിനിറ്റ് എടുത്ത് നിങ്ങൾ മോക്ക് ചെയ്തു. ഈ 45 മിനിറ്റ് എന്ന് പറയുന്ന ടോട്ടൽ ടൈമാണ്. ഇപ്പം ഈ ഒരു 45 മിനിറ്റ് എടുത്ത് നിങ്ങൾ മോക്ക് ചെയ്താൽ എഗെയിൻ നിങ്ങൾക്കൊരു 45 മിനിറ്റ്സ് വേണ്ടി വരുമല്ലോ അതൊന്ന് അനലൈസ് ചെയ്യാൻ. നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം വന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാകും. അതെന്താണ് എനിക്ക് ആ ഒരു സമയം പറ്റിയത് എന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടെങ്കിൽ, അത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതൊന്നുകൂടെ മനസ്സിലാക്കുക. വെറുതെ മോക്ക് ചെയ്ത് പോയിട്ട് അനാലിസിസ് ചെയ്യാതിരുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അനാലിസിസ് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ആ മോക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് 2 മോക്കിൽ നന്നായിട്ട് സ്കോർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു മോക്ക് കൂടെ ചെയ്തോ. സോ മാക്സിമം 3 മോക്സ്. മിനിമം എന്തായാലും 2 എണ്ണം ചെയ്യുക. ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകിട്ട്. അതുകൂടാതെ നിങ്ങൾ അനാലിസിസും ചെയ്യുക. അടുത്തത് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക.
ക്വാണ്ട് എങ്ങനെ ചെയ്യണം, റീസണിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യാം. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മോക്ക് ചെയ്യാൻ. ഇപ്പോൾ റീസണിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയും എന്താണ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, മിസ്ലേനിയസ് ചെയ്യുക. മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒഴികെയുള്ള ടോപ്പിക്സിനെയാണ് ഞാൻ മിസ്ലേനിയസ് എന്ന് വിളിച്ചത്. നമ്മുടെ കോഡിംഗ്, ഡീകോഡിംഗ് ആയിക്കോട്ടെ, ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, ഇൻഇക്വാളിറ്റി ആയിക്കോട്ടെ, അത് ആദ്യം ചെയ്യുക. കാരണം പസിൽസിൽ മെജോറിറ്റി ആസ്പിരൻസിനും കുറേയധികം സമയം നിങ്ങൾക്ക് എടുക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പസിൽസ് ചെയ്യുക. ചിലർക്ക് ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും വർക്ക്ഔട്ട് ആകുന്നത്. ചിലർക്ക് ചിലപ്പോൾ പസിൽസ് സ്ട്രോങ് ആയിരിക്കും, ആദ്യം പസിൽസ് ആണെങ്കിൽ ചിലർ അതായിരിക്കും ചെയ്യുക. എങ്കിലും മെജോറിറ്റി ആസ്പിരൻസിനും ഞാൻ ആദ്യം പറഞ്ഞതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ചെയ്യുക. നിങ്ങൾ അല്ലാതെ ചെയ്തൊരു മോക്കും ഇങ്ങനെ ചെയ്തൊരു മോക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുക. എത്ര മാർക്ക് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ കുറേയധികം ഇപ്പം ഞാൻ പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീച്ചർ പറയുന്നതായിക്കോട്ടെ, നിങ്ങൾ അതൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാംസിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പം ഈ ഒരു 10 ദിവസം നിങ്ങൾ പഠിച്ച ഓരോ ടോപ്പിക്കിലെയും ടിപ്സ് ആൻഡ് ട്രിക്സും, അതേപോലെ തന്നെ നിങ്ങൾ ക്വാണ്ടിൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യൂബ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ്, ഇതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഈ ഒരു 10 ദിവസം നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ്, അതിൻ്റെ അകത്തിലെ ഫോർമുലാസ് അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് റിവൈസ് ചെയ്യാൻ വേണം യൂസ് ചെയ്യാൻ. കാരണം അത് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എക്സാംസിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം നമുക്ക് എക്സാമിന് കിട്ടും ഓരോ ക്വസ്റ്റ്യനും. ആ സമയത്ത് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് നന്നായിട്ട് അറിയണം. അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് സെക്ഷണൽ ടെസ്റ്റിന് കൊടുക്കുക. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിൻ്റെ സെപ്പറേറ്റ് ടെസ്റ്റ്, അതേപോലെ തന്നെ റീസണിങ്ങിൻ്റെ സെപ്പറേറ്റ് ടെസ്റ്റ്, അതേപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് സിലോജിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതേപോലെ തന്നെ ക്വാണ്ടിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടോപ്പിക് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് കൂടും. അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇച്ചിരി കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ വരാൻ പോകുന്ന RRB PU ആൻഡ് ക്ലർക്കിന് മുന്നേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ 10 ദിവസം നല്ല പോസിറ്റീവായിട്ടിരിക്കുക, ആരുടെയും നെഗറ്റിവിറ്റിയിൽ വീഴാതിരിക്കുക, നിങ്ങൾ സ്വയം നെഗറ്റീവ് ആകാതിരിക്കുക, സെൽഫ് ഡൗട്ട് ഉണ്ടാകാതിരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളുക. ഇനിയുള്ള ദിവസം റീസണിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ മിസ്ലീനിയസും പ്രാക്ടീസ് ചെയ്ത് പോകണം. നിങ്ങളുടെ തന്നെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം മോക്ക് ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.